السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. صدق الله العلي العظيم. സൂറത്ത് ആൽ ഇമ്രാൻ 133 മുതൽ 136 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. കഴിഞ്ഞ ആഴ്ച നാം 120 വരെയുള്ള ആയത്തുകളുടെ ആശയമാണ് വിവരിച്ചത്. അന്ന് നാം പറയുകയുണ്ടായി, ഇനി നാം ആശയം വിവരിക്കാൻ പോകുന്ന ആയത്തുകൾ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിച്ചതാണ് എന്ന്. അതിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, താങ്കൾ പുലർക്കാലത്ത് കുടുംബത്തിൽ നിന്ന് സത്യവിശ്വാസികളുമായി യുദ്ധത്തിന് പുറപ്പെട്ട സന്ദർഭം. ഉഹദ് യുദ്ധമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാം പറഞ്ഞു, 1000-ഓളം വരുന്ന സഹാബികളുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരെയുള്ള ഉഹദിലേക്ക് പുറപ്പെടുന്നത്. അവിടെയാണ് ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ സജ്ജമായി നിലയുറപ്പിച്ചിട്ടുള്ളത്. ആ വഴിമധ്യേ 300 മുനാഫിഖുകൾ തിരിച്ചു പോന്നു. നാം പറയുകയുണ്ടായി, എക്കാലത്തും ഇസ്ലാമിക സമൂഹത്തിൽ മുനാഫിഖുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശലോകത്ത് നിന്ന് വഹയുകൾ അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനേകം മുഅ്ജിസത്തുകൾ നേർക്കുനേരെ കാണാൻ അവസരമുണ്ടായ സന്ദർഭത്തിൽ പോലും ആ മുസ്ലിം സമൂഹത്തിലെ 30% മുനാഫിഖുകൾ ഉണ്ടായിരുന്നു എന്നാണ് മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെയൊക്കെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്താണ്? ഈ മുനാഫിഖുകളാണ് ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിങ്ങൾക്കും എക്കാലവും ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷമുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം, അത് ഇവിടെ ആവർത്തിക്കുന്നില്ല. മുസ്ലിങ്ങൾ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ വിഭാടനം ചെയ്യാൻ വേണ്ടി അണിയറ പ്രവർത്തനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയെ കണ്ട ശേഷം പറഞ്ഞ വർത്താനം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. വല്ലാഹു സമീഉൻ അലീം. ഈ മുനാഫിഖുകൾ തിരിച്ചു പോന്നു എന്നത് ശരിയാണ്. ബാക്കി വരുന്ന 700-ഓളം സത്യവിശ്വാസികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് മാർച്ച് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആരെല്ലാം എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർക്കെല്ലാം യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോട് പ്രതിബദ്ധതയുണ്ട്, ആരൊക്കെയാണ് പ്രതിബദ്ധത ചമയുന്നത്,
ആരൊക്കെയാണ് ഇസ്ലാമിക സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ പുറത്തേക്ക് ആരെന്ത് പറഞ്ഞാലും അല്ലാഹു തആല എല്ലാം കേൾക്കുകയും സൂക്ഷ്മമായി അറിയുകയും ചെയ്യുന്നു. നിങ്ങളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ, നിങ്ങളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ ധൈര്യക്ഷയം കാണിച്ച സന്ദർഭം അത് ഔസ് ഗോത്രത്തിലെ ഒരു വിഭാഗവും അതുപോലെ തന്നെ ഖസ്റജ് ഗോത്രത്തിലെ ഒരു കുടുംബവും അവർ ധൈര്യക്ഷയം കാണിക്കുകയുണ്ടായി. ബനു സലമ, അഷ്ജ എന്നീ ഗോത്രങ്ങൾ അവർ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് 300ഓളം മുനാഫിഖുകൾ നിർണായക ഘട്ടത്തിൽ തിരിച്ചു പോയപ്പോൾ അവർക്കുണ്ടായ ഒരു ധൈര്യക്ഷയമാണ്, ആത്മവിശ്വാസ ചോർച്ചയാണ്. അത് തന്നെയാണ് ഈ മുനാഫിഖുകൾ ലക്ഷ്യം വെക്കുന്നതും. അവർക്ക് വേണമെങ്കിൽ യുദ്ധത്തിന് വരാതിരിക്കാം, പക്ഷെ യുദ്ധത്തിന് പുറപ്പെട്ട ശേഷം വഴിയിൽ വെച്ച് തിരിച്ചു പോകുമ്പോൾ മറ്റു സത്യവിശ്വാസികൾക്ക് ആത്മവീര്യം ചോർന്നു പോകാനും അങ്ങനെ ഇസ്ലാമിനെ തകർക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാഹു വലിയുഹുമാ, അല്ലാഹു ആകുന്നു അവരുടെയൊക്കെ രക്ഷാധികാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പമുണ്ട്. എന്നിരിക്കെ അവർ ശരിക്ക് ധൈര്യക്ഷയം കാണിക്കേണ്ടതില്ല. അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷെ ആ സന്ദർഭത്തിൽ അവർക്ക് ഒരു ആത്മവിശ്വാസ കുറവുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എക്കാലത്തുമുള്ള സത്യവിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിർണായക ഘട്ടത്തിൽ അവർ എടുക്കേണ്ട നിലപാടെന്ത്, അവരെ നയിക്കേണ്ട പ്രചോദനമെന്ത്, വികാരങ്ങൾ എന്ത് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. അങ്ങനെ ഈ ദീനിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ, സത്യത്തിനെ വിജയിപ്പിക്കാനുള്ള യുദ്ധത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ഇതിനു മുൻപ് ബദർ യുദ്ധമുണ്ടായി. ഹിജ്റ 3-ാം വർഷമാണ് ഈ ഉഹദ് യുദ്ധം. 2-ാം വർഷം നടന്ന ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുകയുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആൽബലം കൊണ്ടല്ല നിങ്ങൾ വിജയിച്ചത്. വഅൻതും അതില്ല, നിങ്ങൾ വളരെ ആൽബലവും ആയുധബലവും അതുപോലെ തന്നെ വിഭവങ്ങളൊക്കെ കുറച്ചുള്ളവരായിരുന്നു. കേവലം 300 ചില്ലാനം പേർ മാത്രമാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്, 313. എന്നാൽ ശത്രുക്കൾ 1000 ഉണ്ടായിരുന്നു. നിങ്ങളിൽ അധികവും കാലാൾ പടയായിരുന്നു. എന്നാൽ ശത്രുക്കൾ കുതിരപ്പടയും ധാരാളം ഒട്ടകങ്ങളുമായിട്ടാണ് വന്നത്. ആയുധത്തിന്റെ കാര്യത്തിൽ അറബികൾ സാധാരണ കയ്യിൽ വെക്കാറുള്ള സാധാരണ ആയുധങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ അൻതും അതില്ല, നിങ്ങൾ വളരെ പിറകിലായിരുന്നു, വളരെ വിഭവങ്ങൾ കുറഞ്ഞ, ആൾബലം കുറഞ്ഞ ഒരു സംഘമായിരുന്നു. പക്ഷെ വലഖദ് നസറകുമുല്ലാഹു ബിബദർ, ആ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു, നിങ്ങൾ വിജയം വരിച്ചു. 70ഓളം ശത്രുക്കളെ കൊന്നു. അതുപോലെ തന്നെ ധാരാളം ഗനീമത്തുകൾ നിങ്ങൾ സംഭരിച്ചു. 70 ശത്രുക്കളെ നിങ്ങൾ തടവുകാരാക്കി പിടിച്ച് മദീനയിൽ കൊണ്ടുവന്നു. ഇതൊന്നും നിങ്ങളുടെ ആൾബലം കൊണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ ഉഹദിൽ ധൈര്യക്ഷയം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക. إذ تقول للمؤمنين لن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين. ഇങ്ങനെ മുനാഫിഖുകളുടെ മടക്കം കാരണം, അതുപോലെ തന്നെ ശത്രുക്കളുടെ ആൾബലവും ആയുധബലവും എല്ലാം കണ്ടപ്പോൾ ധൈര്യക്ഷയം സംഭവിച്ചവരെ അവർക്ക് ആത്മവിശ്വാസം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് 3000 മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷകരമല്ലേ? നിങ്ങൾക്കത് മുഖേന ആവശ്യമായ ബലം ലഭിക്കുകയില്ലേ? ബല,
അതെ, അപ്രകാരമാണ്. ഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ക്ഷമ അവലംബിക്കുകയും നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ മുന്നോട്ട് വരികയും ചെയ്താൽ വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബിഖംസതി ആലാഫി മിനൽ മലായികതി മുസവ്വിമീൻ, 3000 അല്ല 5000 മലക്കുകളെ തന്നെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുന്നതാകുന്നു. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുകും ബിഹി, ഈ വാഗ്ദാനം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയത്, മുൻകൂട്ടി നൽകിയത് നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാനും നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാകാനും വേണ്ടിയാകുന്നു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ എവിടെ നിന്നാണ് സഹായം ലഭിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവരെ അള്ളാഹു അല്ലാതെ ആരാണ് സഹായിക്കുക? അൽ അസീസിൽ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. അള്ളാഹു തആല എല്ലാവരെയും സഹായിക്കാൻ പോന്ന അജയ്യനാകുന്നു. ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്തവനും എപ്പോഴും ജയിക്കുന്നവനുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കുന്ന വിഷയത്തിൽ ആരെതിരെ നിന്നാലും ഒരിക്കലും അവർ വിജയിക്കാൻ പോകുന്നില്ല. അള്ളാഹു തആല എല്ലായ്പ്പോഴും അസീസ് എന്നാൽ എപ്പോഴും ജയിക്കുന്നവനും തോൽപ്പിക്കപ്പെടാത്തവനും എന്നാകുന്നു അതിന്റെ അർത്ഥം. ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറൂ, എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല നിങ്ങളെ സഹായിക്കുന്നത്? ശത്രുക്കളുടെ ചിറകൊടിക്കാൻ വേണ്ടിയാകുന്നു. ശത്രുക്കളുടെ ചിറകൊടിക്കാൻ വേണ്ടിയാകുന്നു. ഔ യക്ബിതഹും ഫയൻഖലിബൂ ഖായിബീൻ, അതല്ലെങ്കിൽ അവർ നിശേഷം തോൽപ്പിക്കപ്പെടുകയും അങ്ങനെ നിന്ദ്യരായിക്കൊണ്ട് അവർ യുദ്ധരംഗം വിട്ടുപോകാൻ വേണ്ടിയുമാകുന്നു. അങ്ങനെ ഈ ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുഖത്ത് ചില പ്രത്യേകമായ തന്ത്രപരമായ നിലപാടുകൾ എടുത്തിരുന്നു. ഉഹദ് മല പിന്നിലാക്കിക്കൊണ്ട് ആ ഭാഗത്തു കൂടി ശത്രുക്കൾക്ക് കടന്നു വരാൻ നിർവാഹമില്ലാത്ത കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി സൈന്യത്തെ സജ്ജരാക്കി. അതോടൊപ്പം ഉഹദ് യുദ്ധത്തിന്റെ കുറച്ച് മുന്നിലായി ഒരു 200-300 മീറ്റർ ദൂരെയായി ജബൽ റുമാത്ത് എന്ന് പിന്നീട് പേര് വന്ന ചെറിയ ഒരു കുന്നുണ്ട്. ചെറിയ കുന്ന് എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു 200 മീറ്ററിൽ താഴെ, ഒരു 100-150 മീറ്റർ മാത്രം ഉയരമുള്ള ചെറിയ ഒരു കുന്നാകുന്നു ഉഹദ് പർവ്വതത്തിന്റെ മുന്നിൽ. ആ കുന്നിന്റെ മറവിലൂടെ പിൻഭാഗത്തുകൂടി ശത്രുക്കളുടെ ആക്രമണം തടയാൻ ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുന്നിന്റെ മുകളിൽ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു 50 വില്ലാളി വീരന്മാരെ നിർത്തി. കാരണം അഥവാ ഈ കുന്നിന്റെ പുറകിലൂടെ ശത്രു സൈന്യം വരികയാണെങ്കിൽ അമ്പെയ്തുകൊണ്ട് അവരെ തുരത്താൻ വേണ്ടി. അപ്പോൾ പുറകുവശം സുരക്ഷിതമായി, അതുപോലെ തന്നെ ഈ നബിയും സഹാബികളും നിലയുറപ്പിച്ചതിൻ്റെ ഇടതുഭാഗത്തായി ആ ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള അവിടെ സുരക്ഷിതമായി. ഇനി മുൻപിൽ വരുന്ന ഉഹദ് പർവ്വതത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തു കൂടി വരുന്ന സൈന്യത്തെ മാത്രം നേരിട്ടാൽ മതി. അങ്ങനെ യുദ്ധമുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ജമാക്കി, ഭദ്രമാക്കി. ആ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള 50 വില്ലാളി വീരന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം, ഞങ്ങളുടെ മയ്യത്തുകൾ പറവകൾ കൊത്തി വലിക്കുന്നത് നേരിൽ കണ്ടാൽ പോലും ആജ്ഞയില്ലാതെ നിങ്ങൾ ഈ കുന്ന് വിട്ട് ഇറങ്ങരുത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം. യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ പ്രമുഖരായ എല്ലാ സ്വഹാബികളുണ്ട്. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ആക്രമണം സഹിക്കവയ്യാതെ അവസാനം യുദ്ധരംഗം വിട്ടോടി. ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു ആ ഘട്ടത്തിൽ വിജയം. അങ്ങനെ ശത്രുക്കൾ വിട്ട് പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ ഭടന്മാരിൽപ്പെട്ട
കുറെ പേർ ഈ ഗനീമത്ത്, ശത്രുക്കൾ ഇട്ടോടിയ ഗനീമത്ത് ശേഖരിക്കുന്നതിൽ വ്യാപൃതരായി. അതിൽ കുഴപ്പമൊന്നുമില്ല. യുദ്ധത്തിൽ ശത്രുക്കൾ തോൽപ്പിക്കപ്പെടുമ്പോൾ അവരുപേക്ഷിച്ചു പോയ യുദ്ധമുതലുകൾ ഗനീമത്ത് എന്നും ഫൈ എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള ഇത് മുസ്ലിം ഭടന്മാർക്കും ഇസ്ലാമിക ഭരണകൂടത്തിനും അവകാശപ്പെട്ടതാണ്. സൂറത്തുൽ അൻഫാലിൽ ആ യുദ്ധമുതലുകൾ എപ്രകാരമാണ് വീതിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുന്നിന്റെ മുകളിലുള്ള ഈ 50ഓളം വില്ലാളി വീരന്മാർ മനസ്സിലാക്കി യുദ്ധം ജയിച്ചു. ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? നാമും പോയി ഈ യുദ്ധമുതലുകൾ ശേഖരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ ഒന്നും കിട്ടിയില്ലെങ്കിലോ. പക്ഷേ ശേഖരിക്കുന്നവർക്കുള്ളതല്ല ഇത് ശേഖരിച്ച ശേഷം ഇസ്ലാമിക ഭരണകൂടം അക്കാലത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭടന്മാർക്കിടയിൽ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അവരുടെ വിഹിതം 1/5 ഇസ്ലാമിക ഭരണകൂടത്തിനുള്ളതാണ്. അത് ഒഴിച്ച് ബാക്കി ഭടന്മാർക്കിടയിൽ വീതിക്കുമ്പോഴേ അവർക്ക് അതിൻ്റെ ഉടമസ്ഥത ലഭിക്കൂ. പക്ഷെ ഈ കാര്യമൊന്നും ശ്രദ്ധിച്ചില്ല. ഈ സമ്പത്ത് വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ ഇവർക്ക് അതിൽ മോഹം തോന്നി. അവർ ആ കുന്ന് വിട്ട് പുറപ്പെടാൻ ആഞ്ഞപ്പോൾ അവരുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവരെ ഓർമ്മിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർശനമായ കൽപ്പനയുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. നബിയുടെ കൽപ്പന കിട്ടിയ ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങാവൂ. പക്ഷേ അവരിൽ ഭൂരിപക്ഷവും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. 45 പേരും ആ കുന്ന് വിട്ടു ഇറങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ കൂടെ കേവലം അദ്ദേഹം ഉൾപ്പെടെ 5 സഹാബികൾ മാത്രമേ അവിടെ ബാക്കിയായുള്ളൂ. ഈ ഉഹദ് യുദ്ധത്തിൽ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് മഹത്തായ സേവനങ്ങൾ നൽകിയ പല സ്വഹാബികളും ഖുറൈശി പക്ഷത്ത്, ശത്രുപക്ഷത്തായിരുന്നു. അതിലൊന്ന് സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണം നൽകിയ, അള്ളാഹുവിന്റെ ഉരപ്പെട്ട വാൾ എന്ന് വിശേഷണം നൽകിയ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഖുറൈശി സൈന്യത്തിന്റെ സൈന്യത്തിന്റെ മേധാവി, കുതിരപ്പടയുടെ മേധാവി അദ്ദേഹമായിരുന്നു. സർവ സൈന്യത്തിന്റെയും മേധാവിയായി അബൂ സുഫിയാനാണ് ഉണ്ടായിരുന്നത്. അബൂ സുഫിയാനും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വമ്പിച്ച സേവനങ്ങൾ നൽകുകയുണ്ടായി. അതുപോലെ തന്നെയുള്ള അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി പിന്നീട് ഇസ്ലാം സ്വീകരിച്ച പല പ്രമുഖരും ശത്രുപക്ഷത്താണെന്ന് ഉണ്ടായിരുന്നത്. ഈ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ദൂരെ ചെന്ന് നോക്കുമ്പോൾ ഈ ജബൽ റുമാത്ത് എന്നാൽ വില്ലാളികളുടെ കുന്ന് എന്നാണ് അതിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വില്ലാളികളെ നിർത്തിയത് കൊണ്ടാണ് ജബൽ റുമാത്ത് എന്ന പേര് അതിനുണ്ടായത്. അതിന്റെ മേലെയുള്ളവരൊക്കെ ഇറങ്ങിയിരിക്കുന്നു. കേവലം 4-5 പേർ മാത്രമേ അവിടെയുള്ളൂ. ഇതൊരു സുവർണ അവസരമാണെന്ന് മനസ്സിലാക്കിയ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആ കുന്നിന്റെ പുറകിലൂടെ തന്റെ അശ്വസൈന്യത്തെ നയിച്ചുകൊണ്ട് ഈ മുസ്ലിം സൈന്യത്തിന്റെ പിറകിലൂടെ ആകസ്മികമായ ഓർക്കാപ്പുറത്തുള്ള ആക്രമണം അഴിച്ചുവിട്ടു. ഒരു യുദ്ധത്തിന് സന്നദ്ധരായി ശത്രുക്കളുമായി അഭിമുഖീകരിച്ചു നിൽക്കുമ്പോൾ യുദ്ധം ചെയ്യുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കാരണം അണികൾ സജ്ജമാണ്. എന്നാൽ ആകസ്മികമായി ആയുധം പോലും കയ്യിലില്ലാത്തൊരവസരത്തിൽ പിന്നിലൂടെ ഒരു സൈന്യം ആർത്തലച്ചു വന്നുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അതിനെ തടുത്തു നിർത്തുക സാധ്യമല്ല. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പരിക്കേറ്റു. പ്രമുഖരായ നബിയുടെ എളാപ്പ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള പല പ്രമുഖരായ സ്വഹാബികളും രക്തസാക്ഷികളായി. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി മുസ്ലിം സൈന്യത്തിൻ്റെ പരന്നു.
അത് ശത്രുക്കൾക്കിടയിലും പരന്നു. നബിക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റപ്പോൾ ഒരുപറ്റം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളഞ്ഞുകൊണ്ട് ഒരു കുന്നിന്റെ മുകളിലേക്ക് നബിയെ നയിച്ചു കൊണ്ടുപോയി. നബിക്ക് ചുറ്റും അവർ വലയം തീർത്തു. ശത്രുക്കൾ അമ്പെയ്യുമ്പോൾ ആ അമ്പുകൾ തങ്ങളുടെ നെഞ്ചിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നബിക്ക് അവർ സംരക്ഷണം തീർത്തത്. അതിൽ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ അൻസാരി വനിതകളിൽപ്പെട്ട ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പിലേക്ക് നോക്കി, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ തൻ്റെ ഉയരിപ്പിടിച്ച വാൾ ചുഴറ്റിക്കൊണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടു. വലത് ഭാഗത്തേക്ക് നോക്കി, അവിടെയും അവരുണ്ടായിരുന്നു. ഇടത് ഭാഗത്തേക്ക് നോക്കി, അവിടെയും അവരുണ്ടായിരുന്നു. എൻ്റെ ചുറ്റും അവർ സംരക്ഷണം തീർത്തുകൊണ്ട് എനിക്കവർ സംരക്ഷണം നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുകയുണ്ടായി. ഇങ്ങനെ നബിക്ക് സംരക്ഷണം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ശത്രുക്കൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത് തിരുത്താൻ നബിയുടെ ചുറ്റുമുള്ള സഹാബികൾ തയ്യാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, പറയേണ്ടതില്ല. കാരണം നബി കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ ആ സന്തോഷത്തിൽ അവർ യുദ്ധം പൂർത്തീകരിക്കാതെ പിന്തിരിഞ്ഞ് പോകുകയാണെങ്കിൽ പോകട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ആംഗ്യം കാണിച്ചത്. അങ്ങനെ ആ തന്ത്രം ഫലിച്ചു. ശത്രുക്കൾ അവരുടെ വിജയം പൂർത്തീകരിക്കാതെ യുദ്ധരംഗം വിട്ടോടിപ്പോയി. ഇത് മാത്രമല്ല, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹാബികളിൽ ചിലർ നബി കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഇരുന്നുപോയി. ചിലരെല്ലാം യുദ്ധരംഗം വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു, ഇനി നാം എന്തിന് യുദ്ധം ചെയ്യണം? ഇത് കേട്ട ഒരു സ്വഹാബി അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടുവെങ്കിൽ പിന്നെ നാം എന്തിന് ജീവിക്കണം? അങ്ങനെ അദ്ദേഹം ശത്രുക്കളുമായി ഏറ്റുമുട്ടി. അദ്ദേഹത്തിന്റെ മയ്യത്ത് ജനാസ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വികൃതമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിന്റെ വിരൽ നോക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് മനസ്സിലാക്കിയത്. ഈ രൂപത്തിൽ തങ്ങളുടെ ജീവാർപ്പണം നടത്തിക്കൊണ്ടാണ് ഒരു വിഭാഗം സഹാബികൾ ഈ ഉഹദിനെ നേരിട്ടത്. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഈ ഓടിപ്പോയവരും ഇരുന്നവരുമൊക്കെ പിന്നീട് വീണ്ടും തിരിച്ചു വരികയുണ്ടായി. അങ്ങനെ തിരിച്ചു വന്ന് ശത്രുക്കളുമായി ഏറ്റുമുട്ടി. പക്ഷെ ശത്രുക്കൾ വിജയം പൂർത്തീകരിക്കാതെ തിരിച്ച് പോകുകയാണ് ഉണ്ടായത്. ഈ സംഭവമാണ് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് തോൽവി സംഭവിക്കാൻ കാരണമായി തീർന്നത്. അഥവാ ഇസ്ലാമിക നേതൃത്വത്തിന്റെ കൽപ്പന അത് സ്വീകരിക്കുന്നതിൽ ഒരു വിഭാഗത്തിനെ വീഴ്ച പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇസ്ലാമിക സമൂഹം ഒരു ശരീരം പോലെയാണ്. അതിന് ഒരു വീഴ്ച സംഭവിച്ചാൽ, ഒരു വ്യക്തിയിൽ, ഏതാനും വ്യക്തിയിൽ, ഒരു സംഘത്തിൽ വീഴ്ച സംഭവിച്ചാൽ അതുകൊണ്ട് പോറലേൽക്കുക ഇസ്ലാമിക സമൂഹമാകുന്ന ആ ശരീരത്തിന് മുഴുവനുമാണ്. അതാണ് ഇവിടെ ഈ ഉഹദിൽ സംഭവിച്ചത്. പിന്നീട് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുന്ന ഈ പരിശുദ്ധ ഖുർആനിൽ ആ സംഭവം വിവരിക്കുകയാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെയും മുസ്ലിങ്ങളുടെയും ഇസ്ലാമിക ശരീഅത്തിന്റെയും മുസ്ലിങ്ങളുടെ പള്ളികളുടെയും മദ്രസകളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനും അവരുടെ കൽപ്പനകൾക്കനുസരിച്ച് നിലകൊള്ളാനും നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ നാം ചെയ്യാതിരുന്നാൽ അതുകൊണ്ടുള്ള ദോഷം മൊത്തം ദീനുൽ ഇസ്ലാമിനും
ഇസ്ലാമിക സമൂഹത്തിനുമായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, സംഘടനയില്ലാതെ ഇസ്ലാമില്ല. ഒറ്റക്കൊറ്റക്ക് ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. സംഘടിതമായിക്കൊണ്ട് മാത്രമേ പറ്റൂ. ഒരു പള്ളി, ആ പള്ളിയിൽ ജമാഅത്ത്, ആ പള്ളിയിൽ ജുമുഅ, അത് നടക്കണമെങ്കിൽ സംഘടിതമായി കൊണ്ട് മാത്രമേ പറ്റൂ. ഒറ്റക്കൊറ്റക്ക് സാധിക്കുകയില്ല. ഏതൊരു കാര്യവും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ സംരക്ഷണം മുസ്ലിങ്ങൾ സംഘടിതമായി നിർവഹിക്കേണ്ട കാര്യമാണ്. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, സംഘടനയില്ലാതെ ഇസ്ലാമില്ല. വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ, നേതൃത്വമില്ലാതെ സംഘടനയുമില്ല. നേതൃത്വമില്ലാത്ത സംഘടന നാഥനില്ലാപ്പട നായിപ്പട എന്നാണ് നാട്ടു ചൊല്ല്. അപ്പോൾ നേതൃത്വമില്ലാതെ സംഘടനയുമില്ല. വല ഇമാറത്ത ഇല്ലാ ബിൽ ഇത്താഅ, അനുസരണമില്ലാതെ നേതൃത്വവുമില്ല. അപ്പൊ സംഘടന വേണം, സംഘടനയ്ക്ക് നേതൃത്വം വേണം. ആ നേതൃത്വത്തെ അനുയായികൾ അനുസരിക്കണം. അപ്പോൾ ഇന്ത്യയിൽ നാം ആരെയാണ് അനുസരിക്കുക? നൂറുകൂട്ടം സംഘടനകളല്ലേ? സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, ഇ.കെ ഉണ്ട്, എ.പി ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, തബ്ലീഗ് ഉണ്ട്. പലരും ചോദിക്കുന്നതാണ്, പലരും പറയുന്നതാണ്. ഇവിടെ ഇതൊക്കെ ഉള്ളതോടൊപ്പം ഈ സംഘടനകൾക്കെല്ലാം പ്രാതിനിധ്യമുള്ള ഒരു അഖിലേന്ത്യാ സംഘടനയുണ്ട്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. എല്ലാ സംഘടനകൾക്കും അതിൽ പ്രാതിനിധ്യമുണ്ട്, അതിനൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം ഇസ്ലാമിന്റെയും ശരീഅത്തിന്റെയും വഖഫിന്റെയും ഒക്കെ സംരക്ഷണാർത്ഥം ഒരാഹ്വാനം നടത്തിയാൽ ഈ എല്ലാ സംഘടനകളിലുമുള്ള മുസ്ലിങ്ങൾക്ക് അത് അനുസരിക്കൽ നിർബന്ധ ബാധ്യതയാകുന്നു. സാന്ദർഭികമായി ഈ കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം ക്ഷതം പറ്റുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശത്രുക്കൾക്കെതിരെ ഗത്യന്തരമില്ലാതെ ദുആ ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ലൈസ ലക മിനൽ അംരി ഷൈ. ഈ വക കാര്യത്തിൽ ശത്രുക്കളെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന വിഷയത്തിൽ താങ്കൾക്ക് യാതൊരു തീരുമാനാധികാരവുമില്ല. ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു തീരുമാനാധികാരം. ഈ ശത്രുക്കളെ ശിക്ഷിക്കണമോ അല്ല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കണമോ? ഔ യുഅദ്ദിബഹും, ഇനി ഫഇന്നഹും ളാലിമൂൻ, അവർ പാപികളാണ്, അതിക്രമികളാണ്, എല്ലാം ശരിയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരോട് എന്ത് നിലപാടാണ് അനുവർത്തിക്കേണ്ടത്? അവരെ ശിക്ഷിക്കണമോ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് ഭാവിയിൽ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ അവർക്ക് അവസരം നൽകണമോ? ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനാധികാരത്തിൽപ്പെട്ടതാണ്. താങ്കൾക്ക് ഈ തീരുമാനത്തിൽ ഒരു പങ്കുമില്ല. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം, ഈ പ്രപഞ്ചമഖിലം അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാകുന്നു. യഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു. വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവരും കാരുണ്യവാനുമാകുന്നു. ഇതിവിടെ പറയാൻ കാരണം, ഇവിടെ ശത്രുപക്ഷത്ത് ഇസ്ലാമിനോട് എതിരിടാൻ വന്നിട്ടുള്ള 1000-ഓളം വരുന്ന ഖുറൈശികൾ, അവരിപ്പോൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, ഇസ്ലാമിന്റെ എതിർപക്ഷത്താണുള്ളത് എന്നത് ശരിയാണ്. എന്നാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് നബിക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കോ അറിഞ്ഞുകൂടാ. എന്നാൽ ത്രികാലജ്ഞനായ എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം സംഭവിക്കാൻ പോകുന്നത് എന്താണ്. ശത്രുപക്ഷത്ത് സർവ സൈന്യാധിപസ്ഥാനത്തുള്ള, അതുപോലെ തന്നെ അശ്വസൈന്യത്തിന്റെ ആധിപത്യം വഹിക്കുന്ന, അങ്ങനെ തുടങ്ങി പല കുഞ്ചിക സ്ഥാനങ്ങളും വഹിക്കുന്നവർ, അവരിലെ സാധാരണ ഭടന്മാർ, അവർ പലരും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാരായി രംഗത്ത് വരിക മാത്രമല്ല, പല രാജ്യങ്ങളും അല്ല സാമ്രാജ്യങ്ങൾ തന്നെ അധീനപ്പെടുത്തിക്കൊണ്ട് അവിടെയൊക്കെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ
കാരണമാകുന്നവരാണ് അപ്പുറത്തുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതാണ് സംഭവിച്ചത്. അവരിൽ അധിക പേരും ഇസ്ലാം സ്വീകരിച്ചു. ബാക്കിയുള്ളവർ, ഇത് ഹിജ്റ 3-ാം വർഷമാണ് ഉഹദ് യുദ്ധം. ഹിജ്റ 8-ാം വർഷം നടന്ന മക്ക ഫത്ഹിൽ മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിങ്ങളായി തീർന്നു. അതിനിടയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരും സ്വാഭാവിക മരണം പ്രാപിച്ചവരും മാത്രമാണ് ഈ കൂട്ടത്തിൽ കാഫിറുകളായി ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സർവ്വസൈന്യാധിപനായ അബൂ സുഫിയാൻ തന്നെയും മക്ക ഫത്ഹിന്റെ വേളയിൽ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ബാക്കിയുള്ള ഈ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുതലായവരൊക്കെ തന്നെ മക്ക ഫത്ഹിന്റെ മുൻപ് തന്നെ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിക സൈന്യത്തെ നയിക്കുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തവരാണ്. അതിൽപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഈജിപ്ത് അധീനപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഫാത്തിഹ് മസ്ർ, ഈജിപ്തിന്റെ ജേതാവ് എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് നാമം ലഭിച്ചത്. അദ്ദേഹം കബറടക്കപ്പെട്ടിട്ടുള്ളതും ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിലാകുന്നു. ആ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളിയാകുന്നു ഈജിപ്തിലെ ഏറ്റവും വലിയ പള്ളി. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ റമദാനിൽ തറാവീഹ് നമസ്കരിക്കാൻ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടാറുണ്ട്. ഈ ചരിത്രങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ശത്രുക്കൾ ഏറ്റുമുട്ടുന്ന ശത്രുക്കളുമായി അടരാടണം എന്നതിൽ സംശയമില്ല. എന്നാൽ പിന്നീട് ഈ യുദ്ധശേഷം ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നതിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്ന സന്ദേശം. ഇനി വേറൊരു വിഷയത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ അദ്വാഅഫൻ മുദാഅഫ. സത്യവിശ്വാസികളെ, നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായി ഭുജിക്കരുത്. ഇവിടെ പ്രത്യക്ഷത്തിൽ മനുഷ്യ വിരചിത ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. ഇവിടെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു, ബദർ, ഉഹദ്, അതിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച്, അവിടെ ക്ഷതമേറ്റവരെ കുറിച്ചൊക്കെ പറയുന്നു. നേരെ പിന്നെ പറയുന്നത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായിട്ട് തിന്നരുത് എന്നാണ്. നമുക്കുണ്ടാവുക സംശയം. ജോസഫ് ഇടമുറുക് ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പേരിൽ 40 വർഷം മുൻപ് ഒരു പുസ്തകം രചിച്ചിരുന്നു മലയാളത്തിൽ. യുക്തിവാദി നേതാവാണ്. ആൾ മരണപ്പെട്ടുപോയി. അയാളുടെ മകൻ പാരംഗത്തുണ്ട് യുക്തിവാദി നേതാവായിട്ട്. അതില് ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു സംഗതി, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഖുർആനിൽ പറയുന്നത് എന്നാണ്. അപ്പൊ ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നും, പരസ്പര ബന്ധമില്ല. എന്നാൽ മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തഫീമുൽ ഖുർആനിൽ പറഞ്ഞു, അതിന്റെ മുഖവുരയിൽ, മൗദൂദി എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു ചൊറിച്ചിൽ വരും, അതാദ്യം മാറ്റി വെക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ, അവരെക്കുറിച്ച്, അവരിൽ പലരെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അവരുടെ ഗ്രന്ഥങ്ങൾ നേർക്ക് നേരെ വായിക്കുകയോ അവരുടെ പ്രസംഗങ്ങൾ നേർക്ക് നേരെ കേൾക്കുകയോ ചെയ്യാതെ കേട്ടീമല കേട്ടുകൊണ്ട് ഒരാളെ നുണ പറയുള്ളൂ. മൗദൂദി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ പറയുന്നത് കുറച്ച് അറിയപ്പെടുന്ന ആളാണെങ്കിൽ പിന്നെ മൂപ്പരെ അവലംബിച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങ് വയന്നു പറയും. ഇതാണ് യാഥാർത്ഥ്യം. എനിക്ക് വളരെ കൃത്യമായൊരു നിലപാടുണ്ട്. ആരെക്കുറിച്ചും അവരുടെ ഗ്രന്ഥം വായിച്ചുകൊണ്ട് അവരുടെ പ്രസംഗം കേട്ടുകൊണ്ട് അവരുടെ നിലപാട് എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ നിലപാടെടുക്കുള്ളൂ. അത് മൗലാന മൗദൂദിയെ കുറിച്ചായാലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ചായാലും റഹ്മത്തുള്ളാഹി അലൈഹിമ, അവരെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലെ ചില മൗലവിമാര് വളരെ മോശമായ രൂപത്തിലാണ് പ്രസംഗിക്കാറുള്ളത്. അതൊന്നും തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ടുള്ളതല്ല, അവരുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടുള്ളതല്ല. ഞാൻ നേർക്ക് നേരെ അത് വായിച്ച് കേട്ടുകൊണ്ട്, അത് എത്രത്തോളം എന്നാൽ EK വിഭാഗത്തെക്കുറിച്ച് AP വിഭാഗം പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല, AP വിഭാഗത്തെക്കുറിച്ച് EK വിഭാഗം പറഞ്ഞാലും സ്വീകരിക്കൂല. മുജാഹിദിനെ കുറിച്ച് സുന്നികൾ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല, സുന്നികളെ കുറിച്ച് മുജാഹിദ് പറഞ്ഞാലും കേൾക്കൂല. കാരണം തങ്ങളുടെ
വിഭാഗത്തെക്കുറിച്ച്, തങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയെക്കുറിച്ച് എല്ലാവരും നല്ലതേ പറയുള്ളൂ, അതിന്റെ നേതാക്കന്മാരെ കുറിച്ച്. എന്നാൽ മറുവിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യസന്ധത പുലർത്തുന്നവർ വളരെ വിരളമാണ് എന്ന് ഈ റമദാൻ മാസത്തിൽ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ പരിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് പറയേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട്, വ്യസനമുണ്ട്. മുസ്ലിങ്ങൾ അങ്ങനെ ആവേണ്ടവരല്ല. മുസ്ലിങ്ങൾ ശത്രുക്കളെ കുറിച്ച് പോലും സത്യം സത്യമായി മാത്രമേ പറയാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. നബി അങ്ങനെയാണ് അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തത്. അബൂജഹലിനെ കുറിച്ച് പോലും ഉള്ളതേ പറയാവൂ, ഉള്ളതുള്ള മാതിരി മാത്രമേ പറയാവൂ. മൗലാന മൗദൂദി മുഖവിരയിൽ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണുള്ളത് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും ഒരു മാലയിലെ മുത്തുമണികൾ പോലെ കോർക്കപ്പെട്ടതാണ്, കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ കാര്യം മാത്രം പറയാം. ഇവിടെ സത്യവിശ്വാസികൾ നടത്തിയ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു. ഉടനെ പറയുന്നത് നിങ്ങൾ പലിശ ഇരട്ടിയായി ഭുജിക്കരുത് എന്നാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം വരിക്കാം. എന്താ ബന്ധം? ഈ ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെടാനുണ്ടായ കാരണം സമ്പത്തിനോടുള്ള മോഹമാണ്, സമ്പത്തിനോടുള്ള ആർത്തിയാണ്. ജബൽ റുമാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ 50 വില്ലാളി വീരന്മാരിൽ 45 പേർ ഇറങ്ങി വന്നത് സമ്പത്ത് വാരിക്കൂട്ടാനായിരുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث. മനുഷ്യന് സൈനാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു, അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് സമ്പത്ത്? അത് എല്ലാ വിഭാഗത്തിലും പെട്ട സമ്പത്ത്. സ്വർണം പറഞ്ഞു, വെള്ളി പറഞ്ഞു, കാലികൾ പറഞ്ഞു, കൃഷി പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇതിനോടൊക്കെയുള്ള ആർത്തി, അതെല്ലാം ആർജിക്കണമെന്ന മോഹം, ഇത് മനുഷ്യനിൽ ഊട്ടപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന് കാലം ചെല്ലുന്തോറും 3 കാര്യങ്ങൾ അവനിൽ വളർന്നുകൊണ്ടിരിക്കും. 3 കാര്യങ്ങൾ. അതിലൊന്ന് സമ്പത്തിനോടുള്ള ആർത്തിയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുക, സമ്പത്തിനോട് ആർത്തി ഉണ്ടാകുക ചെറുപ്പക്കാർക്കാണെന്നാണ്. എന്നാൽ പ്രായം ചെല്ലുന്തോറും അതിന്റെ ആർത്തി കൂടുതൽ ചെയ്യുക. അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഒരാൾ മരിച്ച് സ്വത്തോഹരി വെക്കുന്ന അവിടെ ഒന്ന് പോയി, ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അവകാശികൾ 10-12 പേരുണ്ടാവും. അവകാശികളുടെ ബന്ധക്കാരും വരും. ഇപ്പൊ പെങ്ങളാണെന്നുണ്ടെങ്കിൽ അവകാശം എന്നുണ്ടെങ്കിൽ അടിയൻ വരും. പലപ്പോഴും അങ്ങനെ സംഭവിക്കുക. ഇവരിൽ പലരും കൂടുതൽ പ്രായമുള്ളവരായിരിക്കും, 65, 70, 75 ഒക്കെ ഉള്ളവര്. ഇവിടെ ഈ അനന്തര സ്വത്ത് വിഭജനത്തിൽ ആരാണ് കൂടുതൽ കാർക്കശ്യം കാണിക്കുക, ആരാണ് കൂടുതൽ മാന്തി പറിക്കാൻ ശ്രമിക്കുക എന്ന് പരിശോധിച്ച് നോക്കൂ. എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്, പ്രായം കൂടുതലുള്ളവര്. അത് അവർക്ക് വേണ്ടിയല്ല, അവരുടെ മകൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ സമ്പത്തിനോടുള്ള ആർത്തി, അതാണ് ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കാതെ ഇറങ്ങിപ്പോരാൻ അവരെ പ്രേരിപ്പിച്ചത്. അവരെ കുറിച്ച് ദുഷിക്കരുത്. ഈ സംഭവം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഇസ്ലാമിക സമൂഹത്തിന് ഖിയാമത്ത് നാൾ വരെ ഗുണപാഠം ലഭിക്കാൻ വേണ്ടിയാണ്. അവരതിൽ പശ്ചാത്തപിച്ചിട്ടുണ്ട്, പലരും അന്ന് ഷഹീദായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ ദുഷിച്ച് പറയാൻ പാടില്ല. പക്ഷെ മനുഷ്യന്റെ പ്രകൃതിയാണ്, ആ പ്രകൃതി മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സമ്പത്തിനോടുള്ള ആർത്തി, മോഹം, വ്യാമോഹം, അത് അരുതാത്തത് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കരുത് എന്ന സന്ദേശമാണ് സാന്ദർഭികമായി അല്ലാഹു തആല ഇവിടെ നൽകുന്നത്. ഇപ്പോൾ ഈ ഉഹദ് യുദ്ധവും അള്ളാഹുവിന്റെ ഈ പലിശ തിന്നരുത് എന്ന കൽപ്പനയും തമ്മിലുള്ള ബന്ധം കണ്ടോ? ഇതാണ് റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ കലാമാണ്. മുട്ടത്ത് വർക്കിയുടെ നോവൽ വായിച്ച പരിചയം വെച്ചിട്ട്, അതല്ലെങ്കിൽ എം ടി വാസുദേവൻ നായരുടെ യാത്രാ വിവരണം വായിച്ച പരിചയം വെച്ച്, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി വായിച്ച പരിചയം വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ട് അത് പരസ്പര ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുകയില്ല. അത് ബഷർ, അത് അള്ളാഹുവിന്റെ കേവല സൃഷ്ടിയുടെ
ഗ്രന്ഥം. ഇത് സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമാനുഷിക ഗ്രന്ഥം. അതങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. അപ്പോഴാണ് അതിന്റെ മുഅ്ജിസത്ത് മനസ്സിലാകുക. ഇനി ഇവിടെ പലിശ ഇരട്ടി ഇരട്ടിയായിട്ട് തിന്നരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ ബാങ്കൊക്കെ നിലവിൽ വന്ന ശേഷം പുതിയ പുതിയ പല മൗലവിമാര് ഗ്രന്ഥരചനയും പ്രസംഗമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ചിലരൊക്കെ അങ്ങനെ രംഗത്ത് വരികയുണ്ടായി. പേരൊന്നും ഞാൻ പറയണില്ല, കാരണം അതിൽ ചിലരൊക്കെ തൗബ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നവരുമുണ്ട്. അപ്പോ പേരിപ്പോ പറയുന്നില്ല. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാല്, ഖുർആനിൽ വിരോധിക്കപ്പെട്ട പലിശ പറഞ്ഞാൽ ഇപ്പൊ ഈ ബാങ്കിലെ പലിശ അല്ല. ബാങ്കിലെ പലിശ തിന്നുകയൊക്കെ ചെയ്യുക, വാങ്ങുകയൊക്കെ ചെയ്യുക, അത് അക്കാലത്ത് പറഞ്ഞ പലിശ അല്ല. അക്കാലത്ത് ഇരട്ടി ഇരട്ടിയായിട്ട് പലിശ തിന്നുന്നൊരു ഏർപ്പാടുണ്ട്, അതേ വിരോധിച്ചിട്ടുള്ളൂ. ഇരട്ടി ഇരട്ടിയായിട്ട് നമ്മൾ തഫ്സീറിൽ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾക്ക് പലിശക്ക് കൊടുത്തു, ആ പറഞ്ഞ അവധിക്ക് തരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ആ പലിശയും ഈ മൂലധനം കൂടെ കൂട്ടും, എന്നിട്ട് പിന്നെ അതിനാണ് പലിശ. പിറ്റത്തെ കൊല്ലം അവധിക്ക് തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പലിശ എല്ലാം കൂടെ നീ കൂട്ടും, പിന്നെ അതിനാണ് പലിശ. ഇങ്ങനെ 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇരട്ടിയായിട്ടുണ്ടാവും. ഈ ഇരട്ടിയായതാണ് ഈ പിന്നെ ഗതി ഇല്ലാത്ത ഘട്ടത്തിൽ പലിശക്ക് കടം വാങ്ങിയ ആളുകളെ ഇന്ന് വാങ്ങുക. അതേ നിരോധിച്ചിട്ടുള്ളൂ, അല്ലാത്ത പലിശയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന സ്വഭാവം കേരളത്തിലുണ്ട്, സാർവദേശീയ തലത്തിലുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തൊട്ടായത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ എന്തൊന്ന് വാങ്ങുന്നുവോ, 1,00,000 കൊടുത്തു, 1,01 ഉറുപ്പിയാണ് അധികം വാങ്ങിയെന്നുണ്ടെങ്കിൽ അത് പലിശയാണ്. എന്ന് മാത്രമല്ല, പലിശ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച സബ്ഉൽ മുബിഖാത്തിൽ പെട്ട മഹാപാപമാകുന്നു. എന്ന് മാത്രമല്ല, ഷിർക്ക്, കൊലപാതകം കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഷിർക്ക്, മാതാപിതാക്കന്മാരെ ദ്രോഹിക്കൽ കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും പറയപ്പെട്ടിട്ടുള്ളതാകുന്നു പലിശ, സബ്ഉൽ മുബിഖാത്ത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലിശ വാങ്ങുന്നവൻ, അത് കൊടുക്കുന്നവൻ, അത് തീറ്റുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ, അത് രേഖപ്പെടുത്തുന്നവർ എല്ലാവരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാക്കിനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ വല്ല പഴുതുണ്ടോ എന്ന് ആലോചിക്കുക. ഇവിടെ ഫത്വ നൽകുന്നവർ ആ ഫത്വ അവലംബിച്ചുകൊണ്ട് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ആ പലിശ വാങ്ങി ഉപയോഗിക്കുന്നവർ, ഇനി ഫിക്സഡ് അല്ല, സുരക്ഷിതത്വത്തിന് വേണ്ടി വിദേശത്ത് നിന്ന് പൈസ അയച്ചു, ഓട്ടോമാറ്റിക്കലി ആ പലിശ അതിൽ വന്നുകൂടും. അത് തിന്നുന്നവർ സൂക്ഷിച്ചു കൊള്ളുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാക്കിനാൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും, ഈ വാങ്ങുന്നവരും കൊടുക്കുന്നവരും തീറ്റുന്നവരും തിന്നുന്നവരും എഴുതുന്നവരും സാക്ഷി നിൽക്കുന്നവരും എല്ലാവരും ഈ മഹാപാപത്തിൽ തുല്യ പങ്കാളികളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ ഈ പലിശയുടെ കണക്ക് എഴുതാൻ വല്ല ഉളുപ്പുമുണ്ടോ? അത് കണക്കെഴുതുന്ന പലിശാധിഷ്ഠിത ബാങ്കുകളിൽ നമ്മളുടെ മക്കൾ ജോലിക്ക് പോകുന്നതിൽ നമുക്ക് വല്ല വിമ്മിഷ്ടവുമുണ്ടോ? ഇനി വേണ്ട, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ബാങ്കിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ അതൊന്ന് തിരുത്താൻ, മകനെ, മകളെ, ആ ജോലിക്ക് നീ പോകണ്ട, നീ ഹലാലായ വരുമാനം ലഭിക്കുന്ന വല്ല ജോലിയും നോക്ക്. അങ്ങനെ അത് കിട്ടാത്തതിന്റെ പേരിൽ നീ കഷ്ടപ്പെടേണ്ടി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മാർഗം കാണിക്കും. ഇതൊക്കെ പറയാനുള്ള ബാധ്യതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു. തഅമുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നു. നാം തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ നാം ഈ ധർമ്മം നിർവഹിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും
അല്ലാഹു തആല പറഞ്ഞ ഈ ഖൈറു ഉമ്മത്തിൽ, ഉത്തമ സമൂഹത്തിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിൽ സന്തോഷിക്കുന്നുവെങ്കിൽ, അതിന് അല്ലാഹു തആല നിശ്ചയിച്ച ഷർത്ത്, കണ്ടീഷൻ, നിബന്ധന പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അപ്പൊ അംറുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ അത് നിർവഹിച്ചെങ്കിലേ ഖൈറു ഉമ്മത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാകുകയുള്ളൂ. ഇനി ഇവിടുത്തെ ചോദ്യം പിന്നെ എന്താണ്? അള്ളാഹ മുളാഫ, ഇരട്ടി ഇരട്ടിയായിട്ട് നിങ്ങൾ പിന്നെ അതെടുക്കരുതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ലാ തഅക്കുലു, തിന്നരുതെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ പുതിയൊരു വ്യാഖ്യാനമുണ്ട്. തിന്നണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, തിന്നണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഉപയോഗിക്കണതിന് കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നോട് ചിലരൊക്കെ നമ്മൾ റിയാദ് സാലിഹിനിൽ ബന്ധപ്പെട്ട ചിലരൊക്കെ അന്വേഷിക്കാറുണ്ട്. ഒരാൾ അടുത്ത കാലത്ത് ചോദിച്ചു, ഇങ്ങനെ ബാങ്കിൽ വന്ന പലിശയാണ്, അത് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ കറണ്ട് ലൈൻ കൊണ്ടുവരാൻ വേണ്ടി പോസ്റ്റ് പിന്നെ കാലുണ്ടല്ലോ, കാലിന് പണം അടക്കണ്ടേ, അതിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇവിടെ തിന്നരുത് എന്ന് പറഞ്ഞത് അത് ഉപയോഗിക്കരുത് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പിന്നെ തിന്നരുത് എന്ന് പറയാനുള്ള കാര്യം എന്താ? മുഫസ്സിരിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. കാരണം ഒരു അറപ്പും വെറുപ്പും ഉളവാക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ്. അറപ്പും വെറുപ്പും ഉളവാക്കാനുള്ള പ്രയോഗം ഖുർആനിൽ വലാ തഅകുലു മാലൽ യതീമ ഇല്ലാ ബില്ലതി ഹി അഹ്സൻ. അനാഥയുടെ മുതൽ തിന്നരുത് എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ നമ്മുടെ സഹോദരന്മാരാരോ മരിച്ചു, മക്കളുണ്ട്. ആ മക്കളുടെ സ്വത്ത് സ്വാഭാവികമായിട്ട് എളാപ്പ മുത്താപ്പന്മാരാ കൈകാര്യം ചെയ്യുക. നല്ല വരുമാനമുള്ളവരായിരിക്കും ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവുക. തിന്നരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാ വീട്ടിൽ ഫർണിച്ചർ വാങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ അഡ്മിഷൻ ഫീസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുണ്ടോ? ഇല്ല. പിന്നെ തഅക്കുലു എന്ന് പറഞ്ഞാൽ അറപ്പും കണ്ടില്ല. അനാഥയുടെ മകന് തിന്നുക എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു അറപ്പും വെറുപ്പും ഉണ്ട്, അതുണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ പലിശ വലാ തഅക്കുലു, തിന്നരുത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അറപ്പും വെറുപ്പും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള സംഗതിയാണ്. അത് ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം ഇവിടെ നടത്തിയിട്ടുള്ളത്. അല്ലാഹ മുളാഫ എന്ന ആ പദപ്രയോഗവും അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളതാണ്. അല്ലാതെ ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നോ, അല്ലെങ്കിൽ ഇരട്ടി അല്ലാതെ ഉപയോഗിക്കാമെന്നോ അല്ല അതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു തിന്മയാകുന്നു പലിശ. നിങ്ങൾ പലിശ ഇടപാട് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധ പ്രഖ്യാപനം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിനോടാണോ നമ്മൾ യുദ്ധം ചെയ്ത് ജയിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ കാര്യത്തിനും കാര്യക്കെടിനും ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പെണ്ണുങ്ങളതിൽ മുൻപന്തിയിൽ എന്തെങ്കിലും കാശിന് എടുക്കാൻ വരുമ്പോൾ ആഭരണം കൊണ്ടേ വെക്കും. ഭയങ്കര ഡേഞ്ചറസ് സംഗതിയാണ് എന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ പലിശയ്ക്ക് വേണ്ടി വെച്ച ഈ ആഭരണം ബാങ്കിലായിരിക്കെ ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പറമ്പിന്റെ ആധാരം പലിശയ്ക്ക് വേണ്ടി പണയപ്പെടുത്തിയ ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിൽ ചെന്ന് കിടക്കണ്ടേ? ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ലോണിന് പലിശ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡേഞ്ചറായ സംഗതിയാണ്. അടിയന്തിരമായി സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി മുൻപോട്ട് വരണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഏർപ്പാട്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉള്ളവരാ, ഇന്നും ഉണ്ട് അൽഹംദുലില്ലാഹ്. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും കാശിന് ആവശ്യം ഉണ്ടായ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ മണ്ടും ആഭരണമായിട്ട് ബാങ്കിക്ക്. 40 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ കുവൈത്തിലൊക്കെ ചെന്ന്, കുവൈത്തിൽ നിന്നാണ് ഞാൻ ദീനുൽ ഇസ്ലാം ശരിക്കും പഠിച്ചത്, അവിടുത്തെ മഹാപണ്ഡിതന്മാരിൽ നിന്ന്. അതുകൊണ്ടാണ് ഇവിടുത്തെ സുന്നി മുജാഹിദും EKയും APയും തബ്ലീഗൊന്നും ഉന്നയിച്ചില്ല. കാരണം ഞാൻ അറബികളിൽ നിന്ന് പഠിച്ചു, അവിടെ ഒന്നുമില്ലല്ലോ.
ഞാൻ പരിശുദ്ധ ഖുർആൻ സുന്നത്ത് അനുസരിച്ച് ആരൊക്കെ ജീവിക്കുന്നു, ആരൊക്കെ അമൽ ചെയ്യുന്നു, അവരൊക്കെ അംഗീകരിക്കും. നമ്മളിപ്പോൾ രക്ഷാധികാരിയായിട്ട് തെരഞ്ഞെടുത്തുള്ളത് തബ്ലീഗ് ജമാഅത്തിന് ഉത്തരവാദപ്പെട്ട ആളാണ് അബ്ദുൽ ഷുക്കൂർ ഖാസിം. ഒരാൾക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദിച്ചാൽ കൃത്യമായ മറുപടി കൊടുത്തിരിക്കും. ആരും ചോദിച്ചിട്ടുമില്ല, ചോദിക്കാനും പോകുന്നില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച റമദാൻ പ്രഭാഷണം നടപ്പിച്ച അലിയാർ ഖാസിമി തബ്ലീഗ് ജമാഅത്തിന്റെ അനുഭാവിയാണ്. ഞാൻ തബ്ലീഗുകാരെ വിളിക്കും, മുജാഹിദീങ്ങളെ വിളിക്കും, ജമാഅത്തുകാരെ വിളിക്കും, സുന്നികളെ വിളിക്കും. ഈ റിയാദുസ് സ്വാലിഹിനുള്ള ഇതിന്റെ ഉത്തരവാദപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും മുഷാവറയിൽ ഉള്ളവരൊക്കെ ആ നിലപാടുകാരാണ്. ആ ഒരു നിലപാടുള്ളവർക്ക് മാത്രമേ ഈ റിയാദുസ് സ്വാലിഹിനായിട്ട് ഒത്തുപോകാൻ പറ്റുള്ളൂ. ഈ പരസ്പരം ഉണ്ടല്ലോ, ഈ സംഘടനകൾ തമ്മിലുള്ള ശത്രുതയും വെറുപ്പും ഈ തൊട്ടുകൂടായികയും തീണ്ടിക്കൂടായികയും അത്തരക്കാർക്ക് ഈ റിയാദുസ് സ്വാലിഹിനിൽ ഒത്തുപോകാൻ സാധ്യമല്ല. വളരെ ക്ലിയർ ആയിട്ട് പറയും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇപ്പൊ അവസാനം പറഞ്ഞത് എന്താണ്? അവസാനം പറഞ്ഞത് ആരാ പറയാ? കുവൈറ്റിലെ ഉസ്താദ് അവരിൽ നിന്ന് നേരിട്ടാണ് ഇത് പഠിച്ചെന്നുള്ളത്. ഞാൻ അറബികളിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ഇവിടുത്തെ ഈ കക്ഷിത്വവും ഇതൊന്നും വല്ലാതെ ബാധിക്കില്ല. അതേസമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംഘടനയുടെ നിലപാട് ശരിയല്ല എന്ന് നമുക്ക് എൽമിയായി ബോധ്യപ്പെടണമെങ്കിൽ ആ വിഷയത്തിൽ നാം അംഗീകരിക്കില്ല എന്ന് മാത്രം, അത്രമാത്രം. അപ്പോൾ ഞാൻ കുവൈത്തിൽ പോയിട്ടാണ്, അതാണ് വിഷയം, കുവൈത്തിൽ പോയിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിച്ചത്. അപ്പോൾ ഈ പരീക്ഷയുടെ ഹുത്തൂറത്ത്, അതിന്റെ അപകടകാരിതൊക്കെ അവിടുത്തെ പണ്ഡിതന്മാരിൽ നിന്ന്, അവിടെ നിന്ന് മിമ്പറുകളിൽ നിന്ന് ഖുതുബ കേട്ടുകൊണ്ട് അവിടുത്തെ പണ്ഡിതന്മാരുടെ ദർസിൽ പങ്കെടുത്തുകൊണ്ടൊക്കെ മനസ്സിലാക്കി ഞാൻ വീട്ടിലേക്ക് ഈ കാര്യം അറിയിച്ചു. അന്ന് ഫോണൊന്നുമില്ല, കത്താണ്, ഈ പരിപാടി നിർത്തണം. എന്നിട്ടും അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡോസൊക്കെ ഒന്ന് കുറച്ചു. ഞാൻ പറഞ്ഞു, ഈ ഇടപാട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കുവൈത്തിൽ നിന്നൊരു ചില്ലിക്കാശ് ഞാൻ നാട്ടിലേക്ക് അയക്കൂല എന്ന് പറഞ്ഞു. ശരിക്ക് താലിബാനിസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തിൽ അങ്ങ് നിർത്തൽ ചെയ്തു. 4 പതിറ്റാണ്ട് മുമ്പാണ്, ഇന്നലെയല്ല. ഇനി എൻ്റെ വള്ളി കുടുംബത്തിൽ ആരെങ്കിലും വല്ല പലിശക്ക് കടമെടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്നെ അറിയിക്കുകയോ ഞാൻ അറിയാത്ത കോലത്തിൽ മാത്രമേ ചെയ്യുള്ളൂ. ഈ ഒരു സമീപനം നിങ്ങൾ ഓരോരുത്തരും നിർവഹിക്കണമെന്നാണ് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു നഹിയുൻ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക എന്ന ദൗത്യം നാം നിർവഹിക്കാൻ തയ്യാറല്ലെങ്കിൽ ഖൈറുൽ ഉമ്മത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട നരകത്തെ നിങ്ങൾ പേടിക്കുക. ഇവിടെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് പലിശയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ കാഫിരീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട നരകത്തെ നിങ്ങൾ പേടിക്കുക എന്നാ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം പരസ്പര ബന്ധമില്ല, എന്നാൽ അങ്ങേയറ്റത്തെ ബന്ധമുണ്ട്. കാരണം നരകം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത് കാഫിരീങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ പലിശ പോലെയുള്ള സബഉൽ മുബിഖാത്തിൽ ഏർപ്പെട്ടാൽ, അത് വാങ്ങുകയോ തിന്നുകയോ കൊടുക്കുകയോ വാങ്ങുകയോ സാക്ഷി നിൽക്കുകയോ ചെയ്താൽ ഈ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കടുത്ത താക്കീതാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. ഇവിടെ അനുസരിക്കാൻ പറഞ്ഞത് മുഖ്യമായി ഈ പരീക്ഷയുടെ വിഷയത്തിലാണ്. റസൂലിനെയും ഖുർആനിനെ ഇരട്ടിയായിട്ട് തിന്നാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ സാധാരണ ബാങ്ക് പലിശക്കാവ എന്നൊന്ന്, പിന്നെ അത് തിന്നാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഉപയോഗിക്കാം എന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞു റസൂലിനെയും അനുസരിക്കണം. ഖുർആൻ മാത്രം നോക്കിയാൽ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞ കാര്യവിടെ പരിഗണിക്കണം. അതാണ് നാം നേരത്തെ പറഞ്ഞ ഹദീസ്. അപ്പോൾ ഇത് അനുവദനീയമാകുന്ന പ്രശ്നം ഇല്ല. ആ കാര്യം പറഞ്ഞ ആരെങ്കിലും വന്നാൽ ഒന്നങ്ങോട്ട് ഇട്ടുകൊടുത്തോളി. അങ്ങനെ നബി പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി. ആരെങ്കിലും നിശബ്ദമായ കഴിയോട്ടൊന്ന് കൊടുക്കാനാ പറഞ്ഞത്. സ്വഹാബത്ത് അങ്ങനെ ചെയ്തത്. ചെയ്യുന്നിടത്ത് പറ്റുന്നിടത്ത് മതി. ചിലരെ നമുക്ക് തല്ലാൻ പറ്റും, തല്ലാൻ പറ്റുന്നിടത്ത് തല്ലണം, അല്ലാത്തടത്ത് വേണ്ട. ഫൈലം യസ്തത്തി ഫബിലിസാനി പറഞ്ഞാൽ മതി. ഇനി അതുകൊണ്ട് കഴിഞ്ഞില്ല, ഹൃദയം കൊണ്ട് വെറുക്കുക, ഫദാലിക അദ്വാഫുൽ ഈമാൻ, ദുർബലമായ ഈമാന. അതുപോലും ചെയ്യുന്നില്ലെങ്കിൽ, ഇതിനോട് സമരസപ്പെടുന്നുവെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളല്ല എന്ന് അല്ലാഹു തആല പറയുന്നത്. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ
റഹ്മത്ത് ലഭിക്കും, കാരുണ്യം ലഭിക്കും. തൊട്ടൊമ്പത്തെ ആയത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് വിജയം വരിക്കാം. വിജയം വരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ, സ്വർഗം അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അതിൽ പ്രവേശിക്കണമെങ്കിൽ ഈ പരീക്ഷ ഇടപാട് നിർത്തിയേ പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതിപാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടുന്ന മുസ്ലിംകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ബാങ്ക് വിളിക്കാൻ ഒരു 10-12 മിനിറ്റേ ബാക്കിയുള്ളൂ. നാം അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച വിവരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة وعليكم السلام ورحمة الله وبركاته.